സമൂഹം പുരോഗമനത്തിന്റെ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ അതിന്റെ അരികുകളിൽ മൗനമായി നിൽക്കുന്ന ഒരു വിഭാഗം ഇന്നും നമ്മെ ചോദ്യം ചെയ്യുന്നു: വാർദ്ധക്യത്തിലേക്കെത്തിയ മനുഷ്യർ. ഒരിക്കൽ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും കേന്ദ്രബിന്ദുവായിരുന്നവർ ഇന്ന് പലപ്പോഴും ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും ഇരകളായി മാറുകയാണ്. ഈ അവസ്ഥയെ ക്ഷുഭിത വാർദ്ധക്യം എന്ന് വിശേഷിപ്പിക്കാം. പുറത്തേക്ക് പ്രകടമാക്കാത്തെങ്കിലും ഉള്ളിൽ ചൂടോടെ കത്തുന്ന വേദനകളും നിരാശകളും നിറഞ്ഞൊരു ജീവിതഘട്ടം. വാർദ്ധക്യം സ്വാഭാവികമായൊരു ജീവിതഘട്ടമാണ്. എന്നാൽ അതിന്റെ അനുഭവം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഒരിക്കൽ സ്വന്തം പരിശ്രമത്തിലൂടെ കുടുംബത്തെ ഉയർത്തിയവരാണ് പലപ്പോഴും പ്രായം ചെന്നപ്പോൾ അവഗണനയുടെ ഇരയാകുന്നത്. അവരുടെ അനുഭവങ്ങളും അറിവും സമ്പത്തായി കണക്കാക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് പല സാഹചര്യങ്ങളിലും അവ ഭാരം പോലെയാണ് കാണപ്പെടുന്നത്. ആധുനിക ജീവിതരീതിയും കുടുംബഘടനകളിലെ മാറ്റങ്ങളും ഈ പ്രശ്നത്തിന് വലിയൊരു കാരണമാണ്. കൂട്ടുകുടുംബങ്ങളിൽ നിന്നു ന്യൂക്ലിയർ കുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ മുതിർന്നവർക്കുള്ള സ്ഥാനം ക്രമേണ കുറയുകയായിരുന്നു. തൊഴിൽ ആവശ്യങ്ങൾക്കായി മക്കൾ നഗരങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ മാറുമ്പോൾ മാതാപിതാക്കൾ പലപ്പോഴും ഏകാന്തതയുടെ ഇരയാകുന്നു. ഈ ഏകാന്തത ശാരീരികാരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്നു. ക്ഷുഭിത വാർദ്ധക്യം വെറും സാമ്പത്തിക അഭാവം കൊണ്ടല്ല ഉണ്ടാകുന്നത്. സ്നേഹത്തിന്റെ അഭാവം, ശ്രദ്ധയുടെ കുറവ്, സംവാദങ്ങളുടെ അഭാവം ഇവയൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഒരു ദിവസം കുറച്ചു നിമിഷങ്ങൾ പോലും സംസാരിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ ഒരാളുടെ മനസ്സിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കുന്നു. എന്നെ ആർക്കും വേണ്ട എന്ന തോന്നൽ വളരുമ്പോൾ അത് ജീവിതത്തോടുള്ള താൽപര്യം പോലും നഷ്ടപ്പെടുത്താൻ ഇടയാക്കുന്നു. സാമൂഹികമായി നോക്കുമ്പോൾ മുതിർന്നവരെ ആദരിക്കുന്ന സംസ്കാരം നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ മൂല്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ കുറയുന്നുവെന്നതാണ് സത്യം. പഴയ തലമുറക്ക് പുതിയ ലോകം മനസ്സിലാവില്ല എന്ന തെറ്റിദ്ധാരണ പലപ്പോഴും അവരെ മാറ്റി നിർത്താൻ ഉപയോഗിക്കപ്പെടുന്നു. പക്ഷേ അവർ അനുഭവിച്ച ജീവിതവും അവർ കൈവരിച്ച ബുദ്ധിയും സമൂഹത്തിന് അമൂല്യമാണ്. ഇത് മാറ്റാൻ വ്യക്തിപരമായും സാമൂഹികമായും ശ്രമങ്ങൾ ആവശ്യമുണ്ട്. കുടുംബങ്ങൾ അവരുടെ മുതിർന്ന അംഗങ്ങൾക്ക് സമയം കണ്ടെത്തണം. ചെറിയ സംഭാഷണങ്ങൾ പോലും അവരുടെ മനസ്സിൽ വലിയൊരു ആശ്വാസമാകും. സമൂഹ സംഘടനകളും സർക്കാരും കൂടി മുതിർന്നവർക്കായി കൂടുതൽ പിന്തുണാ സംവിധാനങ്ങൾ സൃഷ്ടിക്കണം. ആരോഗ്യപരിചരണം, വിനോദ പ്രവർത്തനങ്ങൾ, മാനസികാരോഗ്യ പിന്തുണ എന്നിവ ഉൾപ്പെടെ. ഇതിനൊപ്പം മുതിർന്നവരും സ്വയം സജീവരാകാൻ ശ്രമിക്കേണ്ടതുണ്ട്. സാമൂഹിക ഇടപെടലുകൾ, വായന, ഹോബികൾ, കൂട്ടായ്മകൾ ഇവയിലൂടെ ജീവിതത്തിൽ വീണ്ടും അർത്ഥം കണ്ടെത്താം. ജീവിതം ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്നില്ല, അത് രൂപാന്തരം പ്രാപിക്കുന്നു എന്ന തിരിച്ചറിവ് ആവശ്യമാണ്. ക്ഷുഭിത വാർദ്ധക്യം ഒരു വ്യക്തിഗത പ്രശ്നമല്ല, അത് ഒരു സാമൂഹിക പ്രതിബിംബമാണ്. നമ്മൾ മുതിർന്നവരെ എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ യഥാർത്ഥ അളവുകോൽ. അവരുടെ മൗനത്തിലെ വേദന കേൾക്കാനും അവരെ മാന്യമായ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനും കഴിയുന്ന സമൂഹമായാൽ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ പുരോഗമിച്ചവരാകൂ.